ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെയെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. ഞാൻ യസീമ ഷാഫി, ലൈഫ് കോച്ച്. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാറുണ്ട്, പല സമയത്ത് നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാറില്ല. പല ആഗ്രഹങ്ങളും നമ്മൾ മനസ്സിൽ വെച്ച് അതേക്കുറിച്ചിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കാതെ നിരാശരായിട്ടുള്ള ഒരുപാട് ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ എങ്ങനെയെല്ലാം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നടത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലോട്ട് തന്നെ ഒന്ന് നോക്കുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ക്യാരക്ടർ എത്രത്തോളം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് എത്രത്തോളം സന്തോഷത്തിലാണ് എന്നതിലോട്ടൊന്ന് നിങ്ങൾ നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവമോ നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള ഇടപഴകലോ എല്ലാം കാരണമായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറാൻ പറ്റാത്തത്. അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തന്നെ ഒന്ന് നന്നായി തീരുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വഭാവവും മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങൾ ലോകത്തെ നോക്കിക്കാണുന്ന രീതിയിലെല്ലാം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പിന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ, എന്ത് സ്വപ്നമാണോ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത്, ആ ഒരു സ്വപ്നം നേടിക്കഴിഞ്ഞതായി അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്വപ്നം നിങ്ങൾ നേടുമ്പോൾ ആരെല്ലാം നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും, ആ ഒരു സമയത്ത് എന്തായിരിക്കും ആ ഒരു സ്വപ്നങ്ങൾ നേടുന്നത്, എങ്ങനെയായിരിക്കും, സ്വപ്നം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ടായിരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മൾ ദിനം പ്രതി ചിന്തിക്കുന്നതും നമ്മൾ ദിനം പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഏത് രീതിയിലാണോ ഉള്ളത് ആ ഒരു രീതിയിലോട്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ കാണുകയും നമ്മൾ പറയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് നേടാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ദിനം പ്രതി വിഷ്വലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രം ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നേടാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും ചിന്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമതുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പല ടെക്നിക്കുകളുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. 3-3 ടെക്നിക്ക്, 1-1-1 ടെക്നിക്ക്, 3-6-9 ടെക്നിക്ക് എന്നിങ്ങനെ എഴുതിയിട്ട് നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാനുള്ള പല ടെക്നിക്കുകളുമുണ്ട്. ആ ടെക്നിക്കുകളും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, നമ്മൾ നേടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എത്രത്തോളം നമുക്ക് നന്ദിയുണ്ടോ അത്രത്തോളം പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പം നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കണം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഗ്രാറ്റിറ്റ്യൂഡിന് ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് മുമ്പ് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ചില ആഗ്രഹങ്ങളൊക്കെ നടക്കും, ചില ആഗ്രഹങ്ങളൊന്നും എനിക്ക് നടത്തിയെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല.
നേരത്തെ ഞാനും വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഒട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ എങ്ങനെ നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നല്ല വ്യക്തികളായി മാറാം എന്നതിൽ നമ്മൾ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മുടെ ക്യാരക്ടറിലൊക്കെ മൊത്തത്തിൽ മാറ്റം വരുത്തി നല്ലൊരു ക്യാരക്ടറായി മാറിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നല്ല രീതിയിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലായത്. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് അത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ ആ ഒരു അർത്ഥവശം ഉൾക്കൊണ്ട് നമ്മുടെ മനസ്സിൽ തട്ടി അത്രത്തോളം നമ്മൾ ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് ആവുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം നമുക്ക് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നിരന്തരം വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിരന്തരമായിട്ട് എനിക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഒരു ദിവസത്തിൽ ഒരുപാട് തവണ 100-ലധികം തവണ ആ കാര്യം നേടിക്കഴിഞ്ഞതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സഫലീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ടെക്നിക്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കുകളും യൂസ് ചെയ്തിട്ടും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, സീ യു സൂൺ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.